നമസ്കാരം. നമ്മുടെ ജീവിതത്തിലും ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വന്നാലോ? റോബോട്ട് നിത്യജീവിതത്തിൽ സഹായിയായി എത്തുന്ന പ്രേക്ഷകർ ഹൃദയം കീഴടക്കിയ സിനിമ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊന്ന് യഥാർത്ഥ ജീവിതത്തിലുമുണ്ടായാലോ? ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കടയിൽ വിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനും അത്യാവശ്യം വീട്ടുജോലികൾ ചെയ്യിപ്പിക്കാനുമൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു കേട്ട ഒപ്റ്റിമസ് റോബോട്ടിന്റെ ആദ്യ പതിപ്പ് 2025 അവസാനം വിൽപ്പനയ്ക്കെത്തിക്കാൻ സാധിച്ചേക്കുമെന്നാണ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് വ്യക്തമാക്കിയത്. ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ്, റീറ്റെയിൽ, നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളിൽ അപകടകരമോ മടുപ്പിക്കുന്നതോ ആയേക്കാവുന്ന ആവർത്തിച്ചുള്ള ജോലികൾ ചെയ്യാനാകും ഈ റോബോട്ടുകളെ പ്രധാനമായും ഉപയോഗിക്കുക. തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നതിനായി നിരവധി കമ്പനികൾ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ആശ്രയിക്കുമെന്നാണ് കരുതുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട് വിപണിയിൽ മുന്നേറാൻ നിരവധി കമ്പനികൾ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് മസ്കിന്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ജപ്പാനിലെ ഹോണ്ടയും ഹുണ്ടായ് മോട്ടോറിന്റെ ബോസ്റ്റൺ ഡൈനാമിക്സും ചേർന്ന് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വികസിപ്പിക്കുന്നുണ്ട്. ഈ വർഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാർ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കാൻ ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ BMW-യുമായി കരാർ ഒപ്പിട്ടതായി മൈക്രോസോഫ്റ്റും വിഡിയ പിന്തുണയുള്ള സ്റ്റാർട്ടപ്പായ ഫിഗറും അറിയിച്ചിട്ടുണ്ട്. അണിയറയിൽ ഒരുങ്ങുന്ന ഒരേയൊരു ഹ്യൂമനോയിഡ് റോബോട്ടല്ല ഒപ്റ്റിമസ് എന്നത് ചുരുക്കം. എന്നാൽ ബാക്കി കമ്പനികളെക്കാൾ മുൻപേ തന്നെ ടെസ്ലയുടെ റോബോട്ടുകൾ വിപണിയിലെത്തുമെന്നാണ് മസ്കിന്റെ അവകാശവാദം. നിർമ്മിത ബുദ്ധി രംഗത്തെ ടെസ്ലയുടെ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയ മസ്ക് വലിയ അളവിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിർമ്മിക്കുന്നതിൽ കമ്പനി മറ്റുള്ളവരെക്കാൾ മികച്ച സ്ഥാനത്താണെന്നും ചൂണ്ടിക്കാട്ടി. ഏകദേശം 5 ലക്ഷം രൂപയായിരിക്കും ഒപ്റ്റിമസിന്റെ വിലയെന്നാണ് കരുതുന്നത്. ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് എന്നതാണ് ഒപ്റ്റിമസിന്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. എന്ന് പറഞ്ഞാൽ മനുഷ്യാകാരമുള്ള ഒന്ന്. മനുഷ്യാകാരം വേണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ കൂടുതൽ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഹ്യൂമനോയിഡ് തന്നെ മതിയെന്നത് മസ്കിന്റെ നിർബന്ധമാണത്രേ. എന്നാൽ സ്വന്തം പ്രഖ്യാപനങ്ങൾ പ്രായോഗികമാക്കുന്നതിൽ പലവട്ടം പരാജയപ്പെട്ടിട്ടുള്ള മസ്കിന്റെ വാക്കുകൾ സംശയത്തോടെയാണ് നിക്ഷേപകർ നോക്കിക്കാണുന്നത്. നേരത്തെ 2020ഓടെ റോബോ ടാക്സി ഓട്ടോണമസ് കാറുകളുടെ ഒരു ശൃംഖല ടെസ്ല ആരംഭിക്കുമെന്ന് മസ്ക് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ടെസ്ല ഒപ്റ്റിമസ് റോബോട്ടിന്റെ ആദ്യ തലമുറയ്ക്ക് ബംബിൾ ബി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവ 2022 സെപ്റ്റംബറിൽ പുറത്തിറക്കിയിരുന്നു. ഈ ബൈപ്പഡൽ റോബോട്ടിന്റെ 2ാം തലമുറയിൽ ഉൾപ്പെട്ട റോബോട്ട് കമ്പനിയുടെ സ്ഥാപനത്തിൽ ടീഷർട്ട് മടക്കുന്ന വീഡിയോ കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഒരു വീഡിയോയിൽ ഫിംഗറിന്റെ റോബോട്ട് കാപ്പി ഉണ്ടാക്കുന്നതായ ദൃശ്യങ്ങൾ കമ്പനിയും പങ്കുവച്ചു. ബോസ്റ്റൺ ഡൈനാമിക്സ് ആകട്ടെ അതിന്റെ അറ്റ്ലസ് ഹ്യൂമനോയിഡ് റോബോട്ടിനായി ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം കഴിഞ്ഞ ആഴ്ച അനാച്ഛാദനം ചെയ്തു. കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് റോബോട്ട് നിൽക്കാനും നടക്കാനും ശ്രമിക്കുന്ന രീതിയിലാണ് ദൃശ്യങ്ങളുള്ളത്. ഹ്യൂമനോയിഡ് റോബോട്ട് വികസിപ്പിക്കുന്നതിൽ കമ്പനികൾ മത്സരിച്ച് മുന്നേറുകയാണെങ്കിലും വെല്ലുവിളികളും നിരവധിയുണ്ട്. സുരക്ഷ, ചെലവ്, യഥാർത്ഥ ലോക പരിതസ്ഥിതികളിൽ സങ്കീർണമായ ജോലികൾ ഫലപ്രദമായി നിർവഹിക്കാനുള്ള ഈ റോബോട്ടുകളുടെ കഴിവ് എന്നിവയെല്ലാം മറികടക്കേണ്ട പ്രധാന തടസ്സങ്ങളാണ്. എന്തായാലും മനുഷ്യരാശി ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്കൊപ്പമുള്ള ജീവിതം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആരംഭിച്ചേക്കും. കരുത്തുറ്റ പ്രൊസസ്സറുകളും യന്ത്രഭാഗങ്ങളും അനുദിനമെന്നോണം സ്മാർട്ടായി വരുന്ന നിർമ്മിത ബുദ്ധിയുമായി സഹകരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചായിരിക്കും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മനുഷ്യരുമൊത്തുള്ള സഹവാസം ആരംഭിക്കുക. അടുത്ത 10 മുതൽ 15 വർഷത്തിനുള്ളിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ആഗോള വിപണി 6 ബില്യണിലെത്തുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത്. 2030ഓടെ ഇത് $218 ബില്യൺ ആയിരിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.